നമസ്കാരം. എല്ലാവർക്കും ദേവലോകം ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് നാളായി ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു ഈ കാര്യങ്ങൾ സംസാരിക്കണം. ഒരുപാട് ആളുകൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, മാസ്റ്റർ, എല്ലാവർക്കും ഇങ്ങനെ ആഗ്രഹമുണ്ട്, കാര്യങ്ങൾ അറിയണം. എന്താണ് ബ്ലാക്ക് മാജിക് അഥവാ കപടകൂടോത്രം, അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ സംസാരിക്കുന്നത് പോലെ തന്ത്ര ആചാരങ്ങൾ. യെസ്, ഒരു മനുഷ്യനെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനെ തകർക്കാനായിട്ട് തന്ത്രവിദ്യകൾ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. കാര്യം, ഇപ്പം ഞാൻ TV ന്യൂസിൽ കണ്ടു, ഒരു പയ്യൻ ബ്ലാക്ക് മാജിക് പഠിച്ചു, സ്വന്തം അമ്മയെയും അച്ഛനെയും സഹോദരിയെയും ഉപദ്രവിച്ചു, അച്ഛനെ മൃഗീയമായി കൊലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ആ മകൻ്റെ റൂമിൽ പോലീസ് പരിശോധിച്ചപ്പോൾ കണ്ടത് ബ്ലാക്ക് മാജിക്കിൻ്റെ താന്ത്രവിദ്യകളുടെ ഐറ്റംസുകൾ. എന്താണ് ബ്ലാക്ക് മാജിക്? ഒരു മനുഷ്യന് ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉയർന്ന വിദ്യാഭ്യാസം നേടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഉയർന്ന ശമ്പളം വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നല്ല നിലയിൽ നല്ല ലെവലിൽ പോകുന്ന ഒരാളാണോ, ആ ആളെ താന്ത്രവിദ്യകളിലൂടെ നശിപ്പിക്കാൻ സാധിക്കും. അതെന്തു ആകാം, ബിസിനസ്സാകാം, വ്യവസായമാകാം, ജോലിയിലാകാം, എന്തായാലും താന്ത്രവിദ്യകളിലൂടെ, ബ്ലാക്ക് മാജിക്കിലൂടെ ആ വ്യക്തിയെ, അല്ലെങ്കിൽ ആ സ്ത്രീയെ, അല്ലെങ്കിൽ ആ കുട്ടിയെ, അല്ലെങ്കിൽ ആ സഹോദരിയെ, അല്ലെങ്കിൽ ആ സഹോദരനെ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ വരെ നശിപ്പിക്കാൻ താന്ത്രവിദ്യകളിൽ കഴിയും. ബ്ലാക്ക് മാജിക് ഒരു ഡെവിളിൻ്റെ പ്രസ്ഥാനമാണ്. ഡെവിൾ എന്ന് പറയുമ്പോൾ പിശാച്, പൈശാചികമായി നടക്കുന്ന, അതായത് അതിലൂടെ മാത്രം ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്. താന്ത്രവിദ്യ പഠിച്ച് അത് ചെയ്യുന്ന ആളുകളുണ്ട്. അതവരുടെ ജോലി, അവരവരുടെ കർമ്മം ചെയ്യുന്നു. Black magic is the use of magic or supernatural power for self or selfish or evil purpose. It is also known as dark magic. അതാണ് അതിൻ്റെ അർത്ഥം, ബ്ലാക്ക് മാജിക്കിൻ്റെ. അത് നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മുൻകാലങ്ങളിലുണ്ട്. ഫിലിപ്പീൻസാണ് ബ്ലാക്ക് മാജിക് ഇപ്പോൾ വേൾഡിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഉത്ഭവം, ബ്ലാക്ക് മാജിക് എവിടെ നിന്നാണ് ഉണ്ടായത്? പണ്ട് മുൻകാലങ്ങളിൽ ആൻറ്റിക്രൈസ്റ്റ്, എപ്പോഴുണ്ട് ആൻറ്റിക്രൈസ്റ്റ്, അതിൽ നിന്ന് വിഭജിതമായിട്ടാണ് ബ്ലാക്ക് മാജിക് രൂപം കൊണ്ടത്. മുൻകാലങ്ങളിൽ, വർഷങ്ങൾക്ക് മുന്നേ, 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഈ യുദ്ധ മുറകൾ മനസ്സിലാക്കാൻ, അതായത് എന്താണ് അവരുടെ എതിരി നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ അവർ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്യുന്നുണ്ട് ഇന്നും.
നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നല്ലതും ചീത്തതുമായ കാര്യങ്ങളാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ ദൈവം, നമുക്ക് ഈശ്വരൻ നമ്മെ സൃഷ്ടിച്ചു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ. ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മൾ ചീത്ത കാര്യങ്ങളായിരിക്കും. എന്നിട്ട് നല്ല മാന്യത പോലെ ചമയും. പക്ഷേ നമ്മുടെ ഉള്ളിൽ വരുന്നതെല്ലാം ചീത്ത കാര്യങ്ങളായിരിക്കും. നമ്മൾ വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഈശ്വരനെ മറന്നു, അതായത് ഈ പ്രപഞ്ച സൃഷ്ടിയെ മറന്നു. ഒരിക്കലും, ഞാനിപ്പോഴും പറയുന്നു, പ്രപഞ്ച സൃഷ്ടിയെ മറന്ന് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ പിന്നിൽ വരുന്നത് നെഗറ്റീവായിരിക്കും. എൻ്റെ ഒരു മിക്ക വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വേണ്ടത്, ഇപ്പം നമ്മൾ ഒരു ജോലി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, നല്ല കാര്യങ്ങളിലേക്ക് പാസ് ചെയ്താലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളിന്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക്, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് നമ്മളോട് അസൂയ ഉണ്ടാവും. ബ്ലാക്ക് മാജിക് രൂപം കൊള്ളുന്നത് അസൂയയിൽ നിന്നാണ്. ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയോട് ഉണ്ടാകുന്ന അസൂയ, അതാണ് നെഗറ്റീവിലേക്ക് ആ വ്യക്തി പോകുന്നത്. എന്നിട്ട് പോസിറ്റീവ് നിൽക്കുന്ന വ്യക്തിയെ തകർക്കും. ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോൾ ചെറുപ്പകാലം മുതൽ സ്കൂളിൽ പഠിച്ച് നല്ല മാർക്കോടെ നടക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ, നമ്മുടെ ഫ്രണ്ട്സിലെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിൻ്റെ അമ്മയോ അല്ലെ അച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലും ആ നന്നായി പഠിക്കുന്ന ആ കുട്ടിയെ തകർക്കാനായിട്ട് ഉപയോഗിക്കും. അതിപ്പോൾ കലാപരമായിട്ടായാലും പഠനപരമായിട്ടായാലും ജോലി സംബന്ധമായിട്ടായാലും ഇനി വേറെ എന്തെങ്കിലും വ്യവസായം അങ്ങനെ ആയിട്ടാണെങ്കിലും എന്തായിട്ടാണെങ്കിലും നമ്മളെ തകർക്കാൻ പിന്നിലൊരു എനിമി ഉണ്ടാകും. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം കാലഘട്ടം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ നല്ലതാണോ, നമ്മുടെ മനസ്സ് നല്ലതാണോ, നമ്മൾ ആ ഒരു ലെവലിൽ പോകും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടങ്ങളാണ്. സ്വന്തം ചോരയായാലും ആരാണെങ്കിലും ചതിക്കാൻ അല്ലെങ്കിൽ വകവരുത്താൻ കാത്ത് തുനിഞ്ഞ് ഒളിഞ്ഞ് നിൽപ്പുണ്ടാകും. അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഓരോ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ചിലവർ ഭക്ഷണം തരാറുണ്ട്, വെള്ളം തരാറുണ്ട്, പിന്നെ ഡ്രിങ്ക്സ്, ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ തരാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളോട് ചിരിച്ചുകൊണ്ട് 32 പല്ലും കാണിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആണായാലും പെണ്ണായാലും ഉള്ളിൽ ഒരു മൃഗം ഉണ്ടാവും. ഇപ്പം ഞാനൊരു ഓടി കാർ വാങ്ങി എൻ്റെ തൊട്ടടുത്ത വീട്ടില, അല്ല എൻ്റെ ഓപ്പോസിറ്റ് വീട്ടില, അല്ല എൻ്റെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും എന്നോട് വിരോധം വന്നാൽ അവർ താന്ത്രവിദ്യകളിലൂടെ നമ്മളെ ഇല്ലായ്മ ചെയ്യും. അതായത് ബ്ലാക്ക് മാജിക്കിലൂടെ. കുതന്ത്ര കൂടാത്രം, പല പേരുകളുണ്ട്. പിന്നെ കരിങ്കൂടാത്രം, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ ഇപ്പോൾ ചില ആളുകൾക്ക് ഈ ഇറച്ചി, ബീഫ് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് മദ്യം ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് ഈ പാനീയങ്ങൾ, അതായത് ഈ പെപ്സി, മിറിൻഡ, 7up പോലെയുള്ള ഡ്രിങ്ക്സുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് തേൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ എന്താണോ അയാൾക്ക് ഇഷ്ടം, ആ ഇഷ്ടത്തിൽ ബ്ലാക്ക് മാജിക്, അതായത് കുതന്ത്രം ചെയ്തു വെച്ചിരിക്കുന്ന, കരിങ്കൂടാത്രം ചെയ്തു വെച്ചിരിക്കുന്ന ആ വസ്തു അതിൽ മിക്സ് ചെയ്യും, അത് തരും. അത് തന്നാൽ ഏകദേശം ഒരു 36 ദിവസത്തിനുള്ളിൽ ആ കഴിച്ചിരിക്കുന്ന വ്യക്തി
നെഗറ്റീവിലേക്ക് പാസിങ് ആകും. പിന്നെ അയാൾക്ക് അയാളുടെ റിയൽ സ്വബോധം, അതായത് അയാൾക്ക് ഉണ്ടാകുന്ന, അയാൾ ജനിച്ചപ്പോൾ ഉണ്ടാകുന്ന റിയൽ മൈൻഡിനെ മാറ്റി പിന്നീട് വരുന്നത് ബ്ലാക്ക് ആയിരിക്കും. അതായത് ബ്ലാക്ക് മാജിക് ആയിരിക്കും അയാൾ വർക്കൗട്ട് ചെയ്യുന്നത്. വീട്ടിലായാലും അതായത് സ്വഭാവ രീതി, ശരീരത്തിൻ്റെ ഘടന, കണ്ണുകളുടെ, സംസാരങ്ങളുടെ ഒരേ വ്യത്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇതിൽ കൂടുതൽ വരുന്നത് വയറുവേദനയായിരിക്കുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം ഭക്ഷണ പദാർത്ഥങ്ങളിലും അത് ഉപയോഗിക്കും. അത് കരിങ്കൂടോത്രം, അത് ബ്ലാക്ക് മാജിക്കിൽ പെട്ടത് തന്നെയാണ്. കരിങ്കൂടോത്രം ഭയങ്കര ഡേഞ്ചറാണത്. അത് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിലൊക്കെ അത് മിക്സ് ചെയ്ത് തരും. അത് മിക്സിംഗ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്ന് മുടി, രണ്ട് നഖം, പിന്നെ ഒന്ന് ഈ മെൻസസ് ആയ പെൺകുട്ടികളുടെ പാഡ്, അത് അങ്ങനെയുള്ള പല കാര്യങ്ങളും എടുത്ത് അത് ചുട്ട് കരിച്ച് ഭസ്മ പോലെയാക്കി, അതായത് പൊടി പോലെയാക്കി അതിൽ പല മന്ത്രങ്ങളും, ബ്ലാക്ക് മാജിക്കിൻ്റെ മന്ത്രങ്ങൾ യൂസ് ചെയ്ത്, അതിലേക്ക് യൂസ് ചെയ്ത് അതിനെ, അതായത് ആ ഒരു സമ്പ്രദായത്തിനെ അങ്ങനെ ആക്കി എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് തരും. മദ്യത്തിൽ തരും, ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൽ തരും, പിന്നെ ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സ്, അതായത് പറഞ്ഞില്ലേ മിറിണ്ട, പെപ്സി, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ തേൻ, നിങ്ങൾ ശ്രദ്ധിക്കുക, തേൻ ആരായാലും കഴിക്കും. തേൻ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. തേനിൽ വരെ മിക്സ് ചെയ്യും. അപ്പം അതൊന്നും നിങ്ങൾ പോയി മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ, ആണോ ആയാലും പെണ്ണായാലും പോയി യൂസ് ചെയ്ത് കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യരുത്. പിന്നെ മദ്യത്തിൽ ഇത് മിക്സ് ചെയ്താൽ എന്ന് വെച്ചാൽ മദ്യപാനം ഒരിക്കലും നിർത്താൻ പറ്റില്ല. അവസാനം അവൻ ഒന്നല്ലെങ്കിൽ കഴുത്തേക്ക് കയറിടും, അല്ലെങ്കിൽ ഞരമ്പ് കിട്ടിയും, അല്ല സ്വയം വിഷം കഴിച്ച് സൂയിസൈഡ് ചെയ്യും. ബീഫിൽ തന്നാൽ എന്താണെന്ന് വെച്ചാൽ, ഈ ബീഫ്, അതായത് ഈ ഇറച്ചി കഷ്ണം നമ്മുടെ ശരീരത്തിനകത്ത് പോയാൽ, ഒരു 5-6 കഷ്ണം അകത്ത് പോയാൽ ഏകദേശം 5-6 വർഷമെങ്കിലും അതങ്ങനെ കിടക്കും. അത് പൂക്കും, കറുത്ത് പൂത്ത് കളറാവും. അത് പോവില്ല. അത് അകത്ത് പോയാൽ നമ്മൾ സ്വന്തം അച്ഛനമ്മനെയും മറക്കും, സഹോദരി സഹോദരങ്ങളെ മറക്കും, കുഞ്ഞുങ്ങളെ മറക്കും. നിരന്തരം മദ്യവും കഞ്ചാവിലേക്കും പോകും, കൂട്ടുകെട്ടി പോകും, അടിപിടി ഉണ്ടാക്കും. എന്ത് ചെയ്യുന്നാലും നമുക്ക് നെഗറ്റീവായിരിക്കും ചിന്ത. ഇപ്പം കൂട്ടുകൂടി മദ്യപിച്ചിരിക്കുന്നതെല്ലാം അവിടെ അടിയുണ്ടാക്കും, വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും, ഉറക്കം ഉണ്ടാകില്ല, വയറുവേദന ഉണ്ടാകും. അങ്ങനെ പല പ്രശ്നങ്ങളിലായിട്ട് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ ഡ്രിങ്ക്സ്, അതായത് മിറിണ്ട, പെപ്സി, 7up അങ്ങനെയുള്ള ഐറ്റംസിൽ, അല്ലെ ഈ പറഞ്ഞ പോലെ ഈ തേൻ, ഇതിലൊക്കെ തരുമ്പോൾ നമ്മുടെ ഈ കണ്ണ് യെല്ലോ ഷെയ്ഡാവും. പിന്നെ ഈ ഭാഗവും കറുത്തു വരും, ഇവിടെ അതേപോലെ വരും. പിന്നെ ഇവിടെ ഇങ്ങനെ മുഴക്കും, പഴുത്തതുപോലെയാവും. പിന്നെ നമ്മുടെ ഈ ഞരമ്പുകൾക്ക് വ്യത്യാസം കാണിക്കും. ചില ഞരമ്പ് വീർത്ത് വരും, ചില ഞരമ്പ് കാണില്ല. പിന്നെ ഈ കയ്യിൻ്റെ ഭാഗങ്ങളിൽ, ചില ഭാഗങ്ങളിൽ ഇങ്ങനെ കറുപ്പ് ഷെയ്ഡ് പാസ് ചെയ്യും ഇവിടെയൊക്കെ. പിന്നെ വയറുവേദന, ശരീരത്തിന് വിറവലുണ്ടാകും, കൈകാലുകൾക്ക് വിറവലുണ്ടാകും, ബാക്ക് പെയിൻ അത് അനുഭവപ്പെടും. പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു വാക്കുകൾ കൊണ്ട് ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഫീൽ ചെയ്യും. അതായത് ഈ ബീറ്റായിരിക്കും ഹാർട്ട്, അത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നമ്മുടെ ജനങ്ങളോട് പറയുന്നൊരു കാര്യം, ഈശ്വരനെ, അതായത് ഈ പ്രപഞ്ച സൃഷ്ടിയെ
കൈകൂപ്പുക, രാവിലെ ആയാലും വൈകിട്ടായാലും കൈകൂപ്പി വിളിക്കുക പ്രപഞ്ചനാഥനെ, അച്ഛനും അമ്മയും. നമുക്ക് നല്ലതേ വരുള്ളൂ. എപ്പോഴും പോസിറ്റീവായിരിക്കും. നമുക്ക് വർക്കൗട്ട് ചെയ്യണം. ഒരു വിളക്ക്, ഒരു ഗ്ലാസ് വെള്ളം, ഒരു പൂവ്, ഒരു പഴം, ഒരു ചന്ദനത്തിരി വെക്കുക. എന്നും കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. പോസിറ്റീവ് നമുക്ക് വരും, നെഗറ്റീവ് വരില്ല നമ്മുടെ കയ്യിൽ ഒരിക്കലും. പിന്നെ നല്ല രുദ്രാക്ഷമാലകൾ, അത് ഈ കാശി രാമേശ്വരമൊക്കെ പോകുമ്പോൾ നല്ല ഒറിജിനൽ രുദ്രാക്ഷമാലകളൊക്കെ കിട്ടും. അത് വളരെ പവിത്രമായിട്ട് ഉപയോഗിക്കുക, കഴുത്തിലിടുക. പവിത്രമായിരിക്കണം അത് യൂസ് ചെയ്യുമ്പോൾ. 3 മുഖം, 5 മുഖം, ഏകമുഖം, 2 മുഖം, അങ്ങനെ ഉണ്ട് പല സൈസ്. നമുക്ക് 5 മുഖം ഉപയോഗിക്കാം. അപ്പം അത് പിന്നീട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ആരുമായിട്ടും ശത്രുതയാകരുത്. പ്രത്യേക ഒരു കാര്യം, നമ്മൾ ജോലി സ്ഥലത്തായാലും പഠിക്കുന്ന സ്ഥലത്തായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേഖലയിൽ ആയാലും നമ്മൾ പരമാവധി ഇപ്പം അവരെന്തെങ്കിലും നമ്മളോട് എതിര് വന്നാലും പരമാവധി നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. കാരണം അവർക്ക് ആ ഒരു വിഷയം ഉണ്ടായിട്ടായിരിക്കും അവർ നമ്മളോട് എതിര് വരുന്നത്. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും എതിർത്ത് നിൽക്കാണ്ട് പതിയെ ഒഴിഞ്ഞു മാറുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് നല്ല മനസ്സിൻ്റെ ഉടമകൾ ചെയ്യേണ്ട കാര്യം ഒഴിഞ്ഞു മാറുക. എന്നിട്ട് അതിനുള്ള പ്രതിവിധികൾ, കാര്യങ്ങളുണ്ട്, അതിലേക്ക് മാറുക. എന്ന് വെച്ചാൽ സമാധാനപരമായിട്ട് ഒന്നല്ലെങ്കിൽ ചർച്ച ചെയ്ത് തീർക്കാനാണെങ്കിൽ അതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗങ്ങളിലൂടെ അത് ആ ഒരു സൊല്യൂഷൻ ക്ലിയർ ചെയ്യുക. ഒരിക്കലും ശത്രുക്കളെ, നമ്മുടെ പിന്നിൽ ശത്രുക്കൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ശത്രുക്കളിൽ നിന്നും ഒഴിഞ്ഞു മാറി കുടുംബമായി സമാധാനമായി സന്തോഷമായി ജീവിതം മുന്നോട്ട് പോവുക. പിന്നെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പുറം രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന ആണായാലും പെണ്ണായാലും, ഇപ്പം അമേരിക്ക, ചൈന, ജർമ്മനി, ഓസ്ട്രേലിയ, പിന്നെ നെതർലാൻഡ്സ്, പിന്നെ ഫിലിപ്പീൻസ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ MBA, ഡോക്ടറേറ്റ്, നേഴ്സിംഗ് ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരിക്കലും ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ പിന്നാലെ യാത്ര ചെയ്യരുത്. ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ നഷ്ടമാകും. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം എതിർപ്പ് ശത്രുവാകും. നിസ്സാര കാര്യത്തിനാണ് സ്വന്തം അച്ഛനെ ആയാലും അമ്മയായാലും സഹോദരനെയായാലും ഉപദ്രവിച്ച് അച്ഛനെ കൊന്നത്. അപ്പം പുറം രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും ബ്ലാക്ക് മാജിക്കിൻ്റെ പുറകെ പോകരുത്. ഇപ്പം ഞാൻ രാജ്യത്ത് പോയപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്ത, ഞാനൊരു 11 സ്റ്റാർ റിസോർട്ടിൽ ബീച്ച് മാനായിട്ട് അന്ന സമയത്ത് ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ റോയ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. റോയ് നീഗ്രോസാണ് അവൻ. അവൻ്റെ മമ്മി ആഫ്രിക്ക, അവൻ്റെ അപ്പൻ ജർമ്മനിയാണ്. റോയ് നല്ല പയ്യനാണ്. ഒറ്റൊരു മകനാണ് അവൻ ബീച്ച് ബോള്, പിന്നെ സ്ട്രൈക്കിങ്, പിന്നെ ബീച്ച് ലോഞ്ച്, ഇതെല്ലാം ആ ഒരു ഫീൽഡാണ് അവൻ്റെ. ഞാനവനും ഭയങ്കര ഫ്രണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞ് എനിക്കിതൊന്നും അറിയില്ല ഞാൻ ആ സമയങ്ങളിലൊന്നും. എൻ്റെ അടുത്ത് അവൻ പറഞ്ഞത്, ഞങ്ങളുടെ രാജ്യത്ത് ആരെങ്കിലും അപരിചിതരായ ആരെങ്കിലും എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ തന്നാൽ അതൊന്നും യൂസ് ചെയ്യരുത്. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ റോയെന്ന് ചോദിച്ചു. അത് പല പ്രശ്നങ്ങളുള്ള ഒരു ഏരിയയാണ്, ഫീൽഡാണ്, എപ്പോഴും സിജോ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പലപ്പോഴും ഇത് ഇങ്ങനെ ആലോചിക്കാറുണ്ടായി. ഞാൻ ഒരു ദിവസം ചോദിച്ചു, റോയ് എന്താ നീ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം? റോയ് പറഞ്ഞത്, എൻ്റെ അങ്കിള് ബ്ലാക്ക് മാജിക്കാണ്, ഹെഡാണ് ഇവിടുത്തെ. അപ്പോൾ ഞാനത് എന്തോ എനിക്ക് ബ്ലാക്ക് മാജിക് എന്താ ഞാൻ ചോദിച്ചു, എനിക്കറിയില്ല, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ബ്ലാക്ക് മാജിക്. റോയ് പറഞ്ഞു, ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ കുതന്ത്രം. അതായത് ഇപ്പം ഈ റിസോർട്ടിലിരിക്കുന്ന ഈ ചീഫ് മാനേജറിനെ വരെ ഇല്ലായ്മ ചെയ്യാനായിട്ട് കഴിവുള്ളൊരു, അല്ലെങ്കിൽ ഈ റിസോർട്ട് തന്നെ പൂട്ടിക്കെട്ടാനായിട്ട് കഴിവുള്ളൊരു ഫീൽഡാണ് ബ്ലാക്ക് മാജിക്. അത് പല തന്ത്രത്തിലാകാം, പല രീതിയിലാകാം. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് ഓരോ ആളുകളെ കാണുമ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് അവരിൽ നിന്ന് ഒരുപാട് പഠനങ്ങൾ അത് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ്, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും, അത് ഉറപ്പാണ്. ഈ ലോകത്തുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ബ്ലാക്ക് മാജിക്കിൻ്റെ പിന്നാലെ ആരും പോകരുത്. അത് ഡേഞ്ചറാണ്. നമ്മുടെ കുലവും നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിതവും തന്നെ ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് അതിലേക്കൊന്നും പോകരുത്. കുടുംബമായിട്ട് സമാധാനമായിട്ട്